സത്യമാണ് പിതാവ്. മാതാവും പിതാവും ചൂണ്ടിക്കാണിച്ചു തരുന്ന മൂന്നാമത്തെ സത്യമാണ് ഗുരു. ഈ മാതാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ വിരലൊന്ന് മാറിപ്പോയ പണി പാടും. മാതാവും പിതാവും ഗുരുവും ചേർന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ആണ് യഥാർത്ഥ ദൈവം. ദൈവം എന്ന് പറയുന്നത് അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ ആണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി, അതിലെ ദൈവികത, അതിനെയാണ് ഞാൻ ദൈവമായിട്ട് കാണുന്നത്. അതില് കൃത്യമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നല്ല പ്രവൃത്തി ചെയ്യാൻ, നല്ല ചിന്തയുണ്ടാകാൻ, നന്നായിട്ട് സംസാരിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കഥയും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ ജീവിതത്തിൽ ഇത്തിരി ബന്ധമുള്ള കഥയാണ്. ഒരിക്കൽ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും പ്രതിസന്ധികളും കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ശിഷ്യൻ തന്നെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? ഞാൻ മാത്രം എന്ത് ചെയ്താലും തോറ്റു പോവുകയാണ്, പരാജയപ്പെട്ടു പോവുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പൊ ഗുരു ഇവനോട് ചോദിച്ചു, ശിഷ്യ, റോസാ ചെടിയിൽ മുള്ളുകളാണോ റോസാപ്പൂക്കളാണോ കൂടുതലുള്ളത്? ശിഷ്യൻ ഒന്നും ആലോചിക്കാതെ എന്റെ മറുപടി പറയാൻ സാധിച്ചു. അവൻ പറഞ്ഞു, മുള്ളുകളാണ് കൂടുതൽ. അപ്പൊ ഗുരുവിന്റെ മറുപടി വളരെ മനോഹരമാണ്. എന്നിട്ടും നമ്മൾ അതിനെ മുൾച്ചെടി എന്നല്ല വിളിക്കുന്നത്, റോസാ ചെടി എന്നാണ്. ജീവിതമാവുന്ന റോസാ ചെടിയിൽ മുള്ളുകളും ഉണ്ടാകും, റോസാപ്പൂക്കളും ഉണ്ടാകും. മുള്ളുകളിലാവരുത് നമ്മുടെ ശ്രദ്ധ. ജീവിതം ദുസ്സഹമായിരിക്കും. റോസാപ്പൂക്കളെ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിലെ റോസാപ്പൂക്കളെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒപ്പം ഈ കോളേജിനെ ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തോ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ആർക്കോ എന്തോ കാശ് ചോദിക്കരുത്. സ്റ്റുഡൻസിന് ആർക്കെങ്കിലും വിഷ്ണു ചേട്ടനോട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം. പടത്തിന്റെ പ്രിന്റ് കിട്ടിയില്ല. എന്ന് ലിങ്ക് വരുമോ? അവിടെ കോഡ്ലെസ് മൈക്ക് ഉണ്ട്. ആർക്കാണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തോ. ഇവിടെ വാ, ഇവിടെ വാ. നീ കാല് ശരിയാക്കണം ആദ്യം. രാവിലെ മേടിച്ച് ചോദിക്കണം. അത് 3 ദിവസം കൊണ്ട് തച്ചിലിട്ട് ആ പുള്ളിയെ പഠിപ്പിച്ച് കളിപ്പിച്ചതാണ്. നമ്മളെ പടത്തിൽ പാട്ട് ചെയ്യാൻ പാടാം. അപ്പൊ ആ മറ്റേ സാധനം കാണാനല്ലേ, അത് നമ്മൾ ചെയ്യും. ഓക്കെ, രാഹുല് അപ്പൊ ഈ മൊബൈൽ കുത്തുന്ന സമയം കൊണ്ട് 2 നടന്മാരെ ശബ്ദം കഴിക്കാം. കൈയടിക്കോ? അജി വർഗീസിന്റെ ശബ്ദം. ഒരു സെക്കൻഡ്. എന്റെ പൊന്നു മാമച്ചനോട് ഞാൻ 110 തവണ പറഞ്ഞത്. കോട്ടയം പ്രതികളുടെ ശബ്ദം. ഞങ്ങളുടെ അമറക്കുള്ളിലും കട്ടപ്പന ഹൃതിഘോഷനിലും ഉണ്ടായിരുന്നു കോട്ടയം പ്രതികളുടെ ശബ്ദം എന്നിരിക്കും. നിങ്ങൾക്ക് പട്ടായി തന്നെ ടൂർ പോകണം നിർബന്ധമുണ്ടോ? ലുലുമാളുണ്ട്, എന്നായാലും കോളേജിന്റെ ഇടയ്ക്ക് തേമീർത്തോ കാലക്കി. അമ്മയ്ക്കും ഹലോ ഹലോ. അതെ, ഞാൻ പ്രൊഫഷണൽ പാട്ടുകാരനൊന്നുമല്ല, എനിക്ക് പാടാനും അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പാടാം. അറിയാലോ, കട്ടപ്പനയിലെ മിന്നാമിനി പാട്ട് അറിയാലോ എല്ലാവർക്കും. അപ്പൊ ഒരുമിച്ച് പാടാം, ആരും പാടാതിരിക്കരുത്. നിങ്ങൾ പാടിയില്ലെങ്കിൽ ഇടയ്ക്ക് തെറ്റിപ്പോണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ചേട്ടാ ഈ മോണിറ്ററും കൂടി കിട്ടിയ കാലപ്പോ ഇതാ ഇത് ഉണ്ട് 3 നോക്കണം. ഹലോ, റെഡി.
வா வா நட்சத்திரமே அந்த பூவாரோ உனக்கு தானே. जब मचाने Thank you.